3 ദിവസങ്ങളിലായി മുക്കത്ത് നടന്ന ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2 ദിവസത്തെ വിശദമായ സംഘടനാ ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം പുതിയ ജില്ലാ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിൽ നടന്നുവന്ന ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനമാണ് സമാപിച്ചത്. സമ്മേളനത്തിൽ ഇന്നലെ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേൽ ഗൗരവമായ ചർച്ചകളാണ് പ്രതിനിധികൾ ഉയർത്തിയത്. ജില്ലയിലും സംസ്ഥാനത്തൊന്നാകെയും കഴിഞ്ഞ കുറേ വർഷമായി സംഘടന ദുർബലമായെന്നും അധികാരത്തിന്റെ ആലസ്യത്തിലായിരുന്ന സംഘടനയെ ശരിയായി ചലിപ്പിക്കാൻ നേതൃത്വത്തിനായില്ല എന്നും പ്രതിനിധികൾ ചർച്ചയിൽ വിമർശനമുന്നയിച്ചു. ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം നഗരം മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങുന്നുവെന്നും പുതിയ കാലത്തെ സംബോധന ചെയ്യാൻ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇന്ന് ഉച്ചവരെ നീണ്ട ചർച്ചകൾക്ക് നേതാക്കൾ മറുപടി പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. കെ അരുണാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ദിബു പ്രേംനാഥിനെ പ്രസിഡന്റായും കെ എം നീനുവിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ രൂപീകരിച്ച ശേഷം ഇതാദ്യമായി മുക്കം ആതിഥ്യമരുളിയ ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാൻ വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു സംഘാടകർ മുഖത്ത് ഒരുക്കിയിരുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.